ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽ റുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് പ്രസവാനന്തരം വരുന്ന പ്രശ്നങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. ഈ പ്രസവാനന്തര പീരീഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉള്ള പീരീഡ്, ദാറ്റ് ഈസ് വൺ ഡേ ഓർ 6 to 12 hours ആഫ്റ്റർ ഡെലിവറിനെ പറയുന്നതാണ് അക്യൂട്ട് പോസ്റ്റ്പാർട്ടം പീരീഡ്. അത് കഴിഞ്ഞിട്ടുള്ള 6 weeks വരെയുള്ള ടൈമിനെ സബ് അക്യൂട്ട് പോസ്റ്റ്പാർട്ടം പീരീഡ് എന്നും അപ് ടു 6 months വരെയുള്ളതിനെ ഡിലേഡ് പോസ്റ്റ്പാർട്ടം പീരീഡ് എന്നുമാണ് പറയുന്നത്. പ്രസവശേഷം പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വരാവുന്ന പ്രശ്നങ്ങൾ, ബ്ലീഡിങ് വരാം, പോസ്റ്റ്പാർട്ടം ബ്ലീഡിങ് വരാം, പിന്നെ പെയിനൊക്കെ വരാം. ഈ എപ്പിസിയോട്ടമി വൂണ്ടോ അല്ലെങ്കിൽ സിസേറിയൻ വൂണ്ടിനൊക്കെ പെയിൻ വരാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. പിന്നെ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ സാധാരണ രീതിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിടാറുണ്ട്. പിന്നെ ഈ സബ് അക്യൂട്ട് പോസ്റ്റ്പാർട്ടം പീരിയഡിൽ, ദാറ്റ് ഈസ് അപ് ടു 6 weeks വരെയുള്ള സമയത്ത് ചിലപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതിൽ ചിലപ്പോൾ ഈ പോസ്റ്റ്പാർട്ടം ഹെമറേജ് വരാറുണ്ട്. ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് വരികയാണെങ്കിൽ ഉടനെ ഒരു ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരാം. പിന്നെ പോസ്റ്റ്പാർട്ടം പീരീഡിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക്, അതായത് പ്രഷറൊക്കെ ഉള്ളവർക്ക്, കൂടുതൽ വെയിറ്റ് ഉള്ളവർക്കൊക്കെ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നുള്ള പ്രശ്നം വരാറുണ്ട്. ഇതിൻ്റെ കാലിലെ ബ്ലഡ് വെസൽസിൽ രക്തം കട്ട പിടിച്ചിട്ട് അത് ശ്വാസതടസ്സമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതേപോലെ ബ്രെയിനിലും ബ്ലഡ് വെസലിൽ ക്ലോട്ട് വന്നിട്ട് കോർട്ടിക്കൽ വീനസ് ത്രോംബോസിസ് എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ളതെല്ലാം വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരാം. പിന്നെ ഈ ബ്ലഡ് ഡിസ്ചാർജ് പോലെ വരും. ആദ്യത്തെ 7 ദിവസങ്ങളിൽ ബ്ലഡായിട്ട് തന്നെയാവും പോസ്റ്റ്പാർട്ടം പീരീഡിൽ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞോട്ടുള്ള സമയങ്ങളിൽ കുറച്ച് വാട്ടറി ആയിട്ടുള്ള ഡിസ്ചാർജ് അപ് ടു 14 days വരെ ഉണ്ടാകാറുണ്ട്. ഈ ഡിസ്ചാർജിന് സമയം ഇൻഫെക്ഷൻ വരാറുണ്ട്. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ ഫൗൾ സ്മെല്ല്, ഒരു പൊട്ട മണമൊക്കെ വരാറുണ്ട്. പിന്നെ അതേപോലെ വേദനയും പനിയും ഒക്കെ വരാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ ചെറിയ പ്രശ്നങ്ങളായിട്ട് ഈ എപ്പിസിയോട്ടമി വൂണ്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ വൂണ്ടിൽ ഇൻഫെക്ഷൻ എല്ലാം വരാറുണ്ട്. പിന്നെ ഈ വൂണ്ടിൽ വേദനയും വരാറുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വൂണ്ട് കെയർ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ വ്യക്തി ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. പിന്നെ ചിലപ്പോൾ മലബന്ധം വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്സ് ധാരാളം കഴിക്കണം. ചിലപ്പോൾ പൈൽസിൻ്റെ പ്രോബ്ലം വരാറുണ്ട്. യൂറിൻ പ്രോബ്ലം, യൂറിനിൽ ചിലപ്പോൾ ഇങ്ങനെ അറിയാതെ പോകണ പോലെ വരാം. അത് മസിൽസിനൊക്കെ കുറച്ച് ബലക്കുറവ് വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ബ്രസ്റ്റിൽ പ്രോബ്ലംസ് വരാറുണ്ട്. ഈ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്രസ്റ്റ് എൻഗോജ്മെൻറ്റ് പോലെ വരാറുണ്ട്. നിപ്പിൾ ക്രാക്കുകൾ വരാറുണ്ട്. അപ്പോൾ അതെന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ എപ്പോഴും മദർ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് വയറിന് വേദന പോലെ വരാറുണ്ട്. അതിന് ആഫ്റ്റർ പെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗുരുതരമായ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലൈസേഷന് ഒരു ഡോക്ടറുടെ അഡ്വൈസ് എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ കുഞ്ഞിനെ പരിപാലിച്ച് ഒരു ഉല്ലാസപ്രദമാക്കണം പോസ്റ്റ് പാർട്ടം പീരീഡ്. കംപ്ലീറ്റ് അബ്സല്യൂട്ട് ബെഡ് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. സാധാരണ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. ചെറിയ വാക്കിംഗ് ഒക്കെ നടത്താം. പിന്നെ ഈ പെൽവിക് ഫ്ലോർ മസിൽസിന് സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കീഗൽസ് എക്സസൈസ് എന്നുള്ള എക്സസൈസും ചെയ്യണം. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കണം. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീനും എല്ലാം അടങ്ങിയ സമീകൃതമായ ആഹാരമാണ് കഴിക്കേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുകയും വേണം. പിന്നെ ഈ ചില ആൾക്കാർക്ക് ഈ ആഫ്റ്റർ ഡെലിവറി ഈ ഈസ്ട്രജൻ ഹോർമോണിൻ്റെയൊക്കെ അളവ് കുറയണ ആ സമയത്ത് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് വരാറുണ്ട്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വരാറുണ്ട്. 20
പേഴ്സൻ്റ് ആളുകൾക്ക് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് വരെയും വരാറുണ്ട്. അപ്പം ഒരു ലോ ഫീല്, കൊച്ചിനെ നോക്കാനുള്ള ബുദ്ധിമുട്ട്, ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാനുള്ള മടി, എപ്പോഴും കരഞ്ഞ് വ്യസനമായിട്ട് ഇരിക്കുക, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അഡ്വൈസ് എടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിൽ അമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് കൂട്ടുകയും നമ്മളുടെ ആരോഗ്യം റീഗെയിൻ ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് വളരെ സന്തോഷപ്രദമായിട്ട് ഈ പോസ്റ്റ്മോർട്ടം പീരീഡ് ചെലവഴിക്കേണ്ടതാണ്.